മദ്യത്തിന് പേരിടിയിൽ മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും പിൻവലിക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി. കഴിഞ്ഞ 10 വർഷമായി മദ്യവർജനം പറയുന്ന സർക്കാർ പുതുവർഷം കൊഴുപ്പിക്കാൻ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതും അബ്കാരി പ്രീണന സമീപനം സ്വീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യം വെച്ചാണെന്നും സമിതി സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള ആരോപിച്ചു. പുതുതായി നിർമ്മിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കാൻ പൊതുജനങ്ങൾക്ക് പാരിതോഷികം നൽകി നടത്തുന്ന മത്സരം നഗ്നമായ അബ്കാരി ചട്ടലംഘനമാണെന്നും പിൻവലിക്കണമെന്നും വകുപ്പ് മന്ത്രി മറുപടി പറയണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. സരോഗേറ്റ് അഡ്വർടൈസ്മെന്റ് ആണിത്. മദ്യത്തിന് പരസ്യം പാടില്ല എന്ന നിയമവ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് ബെവ്കോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കും വിധം പുതിയൊരു ബ്രാൻഡിന് പേരും ലോഗോയും നിർദ്ദേശിക്കുവാനുള്ള അവസരം കുട്ടികൾക്ക് പോലും തെറ്റായ സന്ദേശം നൽകും. ഈ നടപടി പിൻവലിക്കാതെ ഒരടി മുൻപോട്ട് പോകാൻ അനുവദിക്കില്ലെന്നും KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള താക്കീതു നൽകി. കഴിഞ്ഞ 10 വർഷമായി മദ്യവർജനം പറയുന്ന സർക്കാർ പുതുവർഷം കൊഴുപ്പിക്കാൻ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതും അബ്കാരി പ്രീണന സമീപനം സ്വീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യം വെച്ചാണെന്നും ആരോപിച്ചു. മാരകലഹരികളുടെയും മദ്യത്തിന്റെയും ദുരിതവും ദുരന്തവും പേറുന്ന അമ്മ സഹോദരിമാരുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ഈ സർക്കാരെന്നും കൂട്ടിച്ചേർത്തു. പ്രാദേശിക സർക്കാരുകളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജനമനസ്സുകളിൽ ഈ സർക്കാർ ഒരു കെയർടേക്കർ സർക്കാർ മാത്രമാണ്. 4 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മനസ്സൊരുക്കുന്ന വോട്ടർമാരുടെ ഇടയിൽ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ ചിന്തയുണ്ടാകും. മുക്കിന് മദ്യശാലകൾ അനുവദിക്കുകയും മുട്ടുശാന്തിക്ക് മദ്യവർജനം പറയുകയും ചെയ്യുന്നവർ മലയാളിയുടെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രകടന പത്രികയെ തള്ളിപ്പറഞ്ഞവർക്ക് മറ്റൊരു പ്രകടന പത്രികയും ജാഥയും നടത്തുവാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും KCBC മദ്യവിരുദ്ധ സമിതി വിമർശിച്ചു. ഷെക്കൈന ന്യൂസ്, കൊച്ചി.